നമസ്കാരം. ഞാൻ വീണ്ടും വന്നിടാ. ഇന്നലെ UAE ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറിയത് ഇവിടെ അബുദാബി മണ്ണിലായിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിൻ്റെ ഇതൊക്കെ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ്റെ ഒപ്പം നമ്മളും ഉണ്ടായിരുന്നു കേട്ടാ ഘോഷയാത്രയിൽ പങ്കെടുക്കാനായിട്ട്. വിവിധതരം കലാരൂപങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മളെ കേരളത്തിലെ ചുണക്കുട്ടികള് UAE മണ്ണില് അത്തച്ചമയ ഘോഷയാത്ര ആദ്യമായിട്ട് അരങ്ങേറണ്ട. അത് അബുദാബി മണ്ണില് അത് ഒരുപാട് കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വൈബ് വേറെയായിരുന്നു. വന്നവർക്ക് എന്താ പറയാ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ മനസ്സിനും കണ്ണിനും കുളിർമയേക്കുന്ന ഒരുപാട് നല്ല കാര്യപരിപാടികളോട് കൂടിയിട്ടായിരുന്നു അത്തച്ചമയ ഘോഷയാത്ര കേട്ടാ. ഒരുപാട് പ്രാക്ടീസുകൾ പാവങ്ങൾ ചെയ്തിട്ടാ. അജാതി ഹ്യൂമിഡിറ്റിയിലും ഇതേമാതിരി പെർഫോം ചെയ്യണമെങ്കിൽ അതിന്റെ വൈബ് വേറെയായിരുന്നു കേട്ടാ. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിട്ട് എന്തും ആഘോഷിക്കാൻ കിട്ടുന്നത് നമ്മൾ തിമരും. അത് കണ്ടേജ് അറിയാട്ടാ. അജാതി ചിങ്കാരിമേളം പഞ്ചാരിമേളത്തിന്റെ ഒപ്പം നമ്മുടെ മലയാളികളുടെ ടീമുകള് എൻജോയ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിട്ട് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ചിങ്കാരിമേളവും തിമിർത്തു, പഞ്ചാരിമേളവും തിമിർത്തുണ്ട്, വേറെ കാര്യട്ടാ. അതിനൊപ്പം ചെറിയ ചെറിയ കാവടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോഴേ നമ്മളെ നാട്ടില് ഉത്സവത്തിനും പൂരത്തിനൊക്കെ പോയ ഒരു ഫീല് സത്യസന്ധമായിട്ട് നമുക്ക് കിട്ടി. ഇതൊക്കെയല്ലേ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ടെൻഷൻ പിടിച്ചിരിക്കുന്ന ലൈഫില് നമുക്ക് കുളിർമ നൽകണത്. ഇത് മാത്രല്ലായിരുന്നു കേട്ടാ. അത് കഴിഞ്ഞ ലാസ്റ്റ് കലാശം കൊണ്ട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഒപ്പം വിവിധ കലാരൂപങ്ങൾ അവിടെ അരങ്ങേറി. അവരുടെ ഡാൻസ്, അതേമാതിരി കഥകളി, മോഹിനിയാട്ടം, അങ്ങനെയുള്ള ഒരുപാട് നല്ല പരിപാടികളുണ്ട്. അതിന്റെ ഒപ്പം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഗാനമേളയും പൊളിച്ചു, അതേമാതിരി DJ പൊളിച്ചു. വേറെ തൊട്ട് വേണ്ടേ വീക്കെൻഡ് തിമിർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബിക്കാർക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. നമ്മള് ദുബായിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാരണം വേറെ പ്രശ്നങ്ങളില്ല. പക്ഷെ കണ്ടപ്പോ ഒരുപാട് ആൾക്കാരുകളെ പരിചയപ്പെടാനും പറ്റി. ഇതിലും പല സന്തോഷം വേറെ എന്നിട്ട് വേണ്ട അബുദാബിക്കാർക്ക്. എല്ലാ വർഷവും ഇതേമാതിരിയുള്ള പരിപാടികളും ഉണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് പറയാനുള്ള കേട്ടാ. ഇതിന് നന്ദി പറയാനുള്ളത് നമ്മുടെ തൃശ്ശൂരിനോടും ഇക്വിറ്റി പ്ലസിനോടും അതേമാതിരി അബുദാബി മലയാളി സമാജത്തിനോട് കേട്ടാ. അപ്പൊ ടീമോളെ വേറെ നോക്കണ്ട, വിരിയാട്ടങ്ങട് പൂക്കാവടി. അതാണ്